യെസ് കമ്മിങ് ഇരിക്കും. എന്താ മോൻ്റെ പേര്? ഷിബിൻ. ഓക്കെ. എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ +1 അഡ്മിഷൻ കിട്ടിയത്. ഓ, അപ്പോൾ ന്യൂ അഡ്മിഷൻ ആണല്ലേ? ഏതാ ഗ്രൂപ്പ്? സയൻസ് ആണ്. അമ്മ എന്ത് ചെയ്യണം? ഹൗസ് വൈഫാണ്. അച്ഛൻ എന്ത് ചെയ്യണം? അച്ഛൻ ഗൾഫിലാണ്. വരൂ അരുൺ ഇവന് ഷിബിന് നമ്മുടെ സ്കൂളിലത്തെ എല്ലാ എക്യുപ്മെൻറ്റ്സും കാണിച്ചു കൊടുക്കണം. നമ്മുടെ ലാബും നമ്മുടെ തിയേറ്ററും അതുപോലത്തെ ക്ലാസ് റൂമുകളെല്ലാം തന്നെ കാണിച്ചു കൊടുത്ത് ഇവൻ ന്യൂ അഡ്മിഷനായിട്ട് പുതിയത് വന്നേക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഇവനെല്ലാം കാണിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവനെ ക്ലാസ്സിൽ കൊണ്ടിരുത്തണം. ടീച്ചർ കീ തന്നുവിടാം. ഈ കീ കൊണ്ട് പോയിട്ട് എല്ലാ ക്ലാസ് റൂമും കാണിച്ചു കൊടുത്ത് എല്ലാ ലാബും ഫെസിലിറ്റീസും ഒക്കെ കാണിച്ചു കൊടുത്ത് ഇവനെ ക്ലാസ്സിൽ കയറ്റി ഇരുത്തണം. അമ്മ പറയൂ, ഷിബിനിപ്പോൾ എങ്ങനെയുണ്ട്? ഷിബിൻ വലിയ കുഴപ്പമില്ലായിരുന്നു. 10ാം ക്ലാസ് വരെ കുഴപ്പമില്ലായിരുന്നു മാം. ഇപ്പോൾ അവനിപ്പോൾ ഈ ഇടയായിട്ട് കൂട്ടുകാരുടെ കൂടെ കൂടി കുറച്ച് സിഗരറ്റ് വലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞാൽ അനുസരിക്കുന്നുമില്ല. അച്ഛനാണെങ്കിൽ ഗൾഫിലാണല്ലോ. അത് കുഴപ്പമില്ല. ഇവിടെ അങ്ങനത്തെ കുട്ടികളൊക്കെ വരാറുണ്ട്. ഇവിടുത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ സ്കൂളുകളിൽ. അപ്പോൾ അതിലൊക്കെ എൻഗേജ്ഡ് ആയി കഴിയുമ്പോൾ പിന്നെ ഇവിടെയാണെങ്കിൽ തിയേറ്ററും പിന്നെ ലാബും എല്ലാത്തിലുമൊക്കെ എൻഗേജ്ഡ് ആയി കഴിയുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായി മാറാറുണ്ട്. നമ്മളങ്ങനെ ഒന്നും ഒരുപാട് ഫോഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾ ഇതുപോലത്തെ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ ഓൾറെഡി ശരിയായി വരാറുണ്ട്. പിന്നെ അരുൺ നല്ല കുട്ടിയാണ്. നമ്മൾ അരുണെ ഏൽപ്പിച്ചേക്കാം. അപ്പോൾ അരുൺ അവനെ നോക്കിക്കോളും. എല്ലാ ആക്ടിവിറ്റീസിലൊക്കെ വിളിച്ചുകൊണ്ട് പോയിക്കോളും. സ്പോർട്സിലും ആർട്സിലും ഒക്കെ പങ്കാളിയാക്കിക്കോളും. അപ്പം അങ്ങനെ നമുക്ക് കുട്ടികളെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും അവൻ 2 വർഷം കഴിഞ്ഞ് കോഴ്സ് പൂർത്തിയാക്കുമ്പോഴത്തേനും നല്ലൊരു കുട്ടിയായിട്ട് പുറത്തേക്ക് വരുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ഞാനില്ല.เขาจะได้อะไรถ้าเขาทำแบบนี้ทุกวันชื่อเสียงที่มากขึ้นഎങ്ങനെയുണ്ട് ഷിബിനെ? ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ലാബിലൊക്കെ പോയി നോക്കിയായിരുന്നോ? പോയി. അരുൺ നിന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയായിരുന്നോ? എന്റെ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? പുതിയ കൂട്ടുകാരെ കുറച്ചുപേരെ കിട്ടി. എന്നാലും ഇനിയുണ്ട്. എല്ലാവരുമായിട്ട് കൂട്ടൊക്കെ കൂടി നടക്കണം കേട്ടോ. അതെ. ലാബൊക്കെ കൃത്യമായി നോക്കണം. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും +1 കേട്ടാ. അതൊക്കെ കറക്റ്റായി ചെയ്യണം കേട്ടാ. ഓക്കെ ടീച്ചർ. അരുൺ ഇതാരാ? പുതിയ കുട്ടിയാണോ? ആണോ? അപ്പോൾ ഹെർട്ടി വെൽക്കം ഷിബിൻ ഇക്കോ ക്ലബിലേക്ക്. നമ്മുടെ പിള്ളേരൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. ഷിബിനപ്പോൾ ഒരു ഇൻചാർജ് എടുത്തോളൂ.
Attention!